ഓൺലൈൻ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത പരാതി നൽകിയിരിക്കുകയാണ്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഒന്നും ചിന്തിക്കാനില്ല. ഇത് അവളുടെ ലോയർ പറഞ്ഞു കൊടുത്ത ഒരു വിദ്യയാണ്, അത് കുരുട്ടു ബുദ്ധിയാണ്. മിക്കവാറും പോലീസ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് പരാതിയുണ്ട്, ബട്ട് ആർക്കെതിരാണെന്ന് എനിക്ക് അറിയില്ല, എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ പരാതി ഇവൾക്ക് ഈ പോലീസിന് ലഭിച്ചത് ഒരു ഇമെയിൽ വഴിയാണ്. അത് എല്ലാം കഴിഞ്ഞ ശേഷം ഇന്നലെയാണ് ആ പരാതി ലഭിച്ചത്. അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ പരാതി ലഭിക്കുന്നത് തന്നെ. അത് ഇമെയിൽ മുഖേന ഇവളുടെ ഇതൊരു സഹോദരനാണ് ഈ പരാതി അയച്ചു കൊടുക്കുന്നതും. ബസ്സിൽ പയ്യന്നൂർ വരെ ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പുരുഷൻ തന്നെ മറ്റൊരു രീതിയിൽ സ്പർശിച്ചു എന്നും അത് പിന്നീട് വീഡിയോ ചിത്രീകരിക്കുകയും ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. ആ പരാതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറയുന്നില്ല. ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന രീതിയിൽ മാത്രമാണ് ഈ പരാതിയിൽ പറയുന്നത്. അതാണ് വീഡിയോ ആയി ചിത്രീകരിച്ചതും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതെന്നാണ് ഈ പരാതിയിൽ ഇപ്പോൾ പ്രാഥമികമായി പരാതിയിൽ പറയുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു രീതിയിൽ സ്പർശിച്ചു, അതുപോലെ മോശമായി, എന്നിട്ട് ആ വീഡിയോ ആണ് അവളുടെ പരാതിയിൽ അവൾ പറയുന്ന, എഴുതി വെച്ചേക്കുന്ന പരാതിയിൽ അവൾ പറയുന്നത് ആ വീഡിയോ ആണ് അവള് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാ. പിന്നെയും എങ്ങനെയാണ് ഈ പരാതിയിൽ ആ വീഡിയോ? ഇത് വെറുതെ ചുമ്മാ പറഞ്ഞങ്ങ് പോവുക. വക്കീലിന്റെ ഓരോ കുരുട്ടുബുദ്ധി, എന്തോ ചെയ്യാനാ. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട്. CCTV പരിശോധിച്ചതിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. അപകീർത്തികരമാകുന്ന രീതിയിൽ 7ഓളം വീഡിയോ ചിത്രീകരിച്ചതും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ എങ്ങനെയിരിക്കണം അത്രേ ഉള്ളൂ. ഈ കണ്ട് വന്ന് കുരയ്ക്കുന്ന കുറെ ഫെമിനിസ്റ്റുകൾ ഇന്നലെ ഏതൊരു ചർച്ചയും കണ്ടു. ഏതോ അറപ്പോ ലക്ഷ്മി അറപ്പോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉള്ളൊരു കുറച്ച് പെണ്ണുങ്ങളും പിന്നെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ 24-ലാണ് അച്ഛൻ 24-ലാണ് ആ ഇത് കണ്ടത്. ചെറിയ കട്ട്സൊക്കെ കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ആ റിമാൻഡ് റിപ്പോർട്ട്? അതായത് ജാമ്യാപേക്ഷ തള്ളി, അതായത് ഒന്നും തന്നെ കിട്ടിയില്ല. അതായത് 5-6ഓളം വീഡിയോസ് ചിത്രീകരിച്ചു. അതിൽ ഇപ്പോഴും ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി പോലീസ് പറയുന്നത്. ഓക്കെ.